എലിസബത്തിനെ കഴിഞ്ഞ 3 ദിവസമായിട്ട് കാണാനില്ല. എല്ലാവരും ഭയങ്കര ആശങ്കയിലായിരുന്നു. അതിനിടയിൽ അമൃത സുരേഷിന്റെ സഹോദരിയായിട്ടുള്ള അഭിരാമി സുരേഷും ചില കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വരികയുണ്ടായി. എന്തായിരിക്കുമല്ല സംഭവിച്ചത്? ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആ ബാല എലിസബത്ത് വിഷയത്തെ കുറിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാലയ്ക്കെതിരെ ഒരുപാട് വെളിപ്പെടുത്തലുകളുമായി എലിസബത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഒരുപാട് യൂട്യൂബേഴ്സ് സപ്പോർട്ടായിട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ബാല എലിസബത്തിനെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നതും. എലിസബത്തിനെതിരെ മാത്രമല്ല, എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത യൂട്യൂബേഴ്സിനെതിരെയും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ചില ചാനലുകളൊക്കെ കോർപ്പറേറ്റ് സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. എന്തായാലും ബാല ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് എലിസബത്തിനെ കാണാതെയായി. അതോടെ എല്ലാവർക്കും ഭയങ്കര ആശങ്കയായിരുന്നു. എന്ത് പറ്റി എലിസബത്തിന്? ഇനി എലിസബത്തിന് എന്തെങ്കിലും ബാല ചെയ്തോ? ബാല ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, എന്തും ചെയ്യാൻ പാടില്ലാത്തൊരു മനുഷ്യനാണ് അല്ലേ. എന്തായാലും നമ്മുടെ എല്ലാം ആശങ്കകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് 3 ദിവസത്തെ ബ്രേക്കിന് ശേഷം ഇന്നലെ എലിസബത്ത് തിരിച്ചു വന്ന് കേട്ടു. എന്നിട്ട് പുള്ളിക്കാരി ഈ ബ്രേക്ക് എടുത്തതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. സേഫ് ടിൽ നൗ അത്രേ പറയാൻ പറ്റുള്ളൂ. അടുത്ത് ഇത് എന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. സോ സേഫ് ടിൽ നൗ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാനുള്ളൊരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല. ഭയങ്കരമായിട്ടുള്ള വിഷമം, പേടി, അതുപോലെ തന്നെ ഞാൻ മാത്രമല്ല ഇതിൽ എഫക്റ്റഡ് ആവണേ, അതുപോലെ പല ഭീഷണികൾ. അപ്പം എനിക്ക് തന്നെ കുറേ ക്വസ്റ്റ്യൻ മാർക്കുകൾ വന്നു. ഞാൻ കാരണം കുറേ ആൾക്കാരുടെ ലൈഫിന് വരെ ത്രെറ്റ് വരുന്ന ഒരു കണ്ടീഷൻ കണ്ടു. ഓക്കെ, നമ്മൾ നേരത്തെ ഊഹിച്ചതുപോലൊക്കെ തന്നെ ബാല പല രീതിയിലും പുള്ളിക്കാരിയെ സൈഡാക്കാനുള്ള പണികൾ നോക്കുന്നുണ്ട്. ഇവിടെ എലിസബത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് തന്നെക്കാൾ ഉപരി താനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പലർക്കും ബാധിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് മൗനം പാലിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടി തന്നെ പുള്ളിക്കാരി തിരിച്ചു വന്നു അല്ലേ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ചില കാര്യങ്ങളോട് എലിസബത്ത് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും കേട്ടോക്കാം. ഇന്ന് ഇപ്പോൾ വണ്ടിയിൽ വരണ സമയത്ത് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമില്ലേ എന്നൊന്നും അറിയില്ല, ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഇടിച്ചു. ഒരു തവണ ഇടിച്ചാൽ അറിയാണ്ട് ഇടിച്ചു എന്ന് വിചാരിക്കാം. അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു. വീണ്ടും അയാൾ 3ാമത്തെ തവണ ഇടിച്ചു. പക്ഷെ ഇടിക്കണത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല, അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല, അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങളുടെ ടയറിന്റെ മുകളിൽ ഇടിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒന്നെങ്കിൽ അയാൾ തീരെ ബോധമില്ലാണ്ട് ആണോ ഓടിക്കണേ, അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെയറിയില്ല. ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു എന്നുള്ളൂ. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണേന്നൊക്കെ. അല്ലാണ്ട് അങ്ങനെ 3 തവണ അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു സ്ഥലത്തിൽ പോയിട്ട് ഇടിക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ തവണ ഓക്കെ കെയർലെസ്നെസ്സിൽ വന്ന് ഇടിച്ചു എന്നൊക്കെ വിചാരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പറഞ്ഞാൽ മനസ്സിലായല്ലോ. പുള്ളിക്കാരി വണ്ടി ഓടിച്ച് വരുന്നതിനിടക്ക് ആരോ പുള്ളിക്കാരന്റെ വണ്ടി കയറി ഇടിച്ചു എന്നുള്ളതാണ്. 3 തവണ കരുതി കൂട്ടി ഇടിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ആൾക്ക് ഇടിക്കാൻ അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഇടിക്കുന്ന മൊത്തം ടയറിനാണ്. അതുകൊണ്ട് എലിസബത്ത് രക്ഷപ്പെട്ടു. ഇനി ഇതും ഭാര്യയുടെ വികൃതികളാണെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, സംശയിക്കാതിരിക്കാനും നിവൃത്തിയില്ല. അങ്ങനെ ഒരു മനസ്സാണല്ലോ ബാലയുടേത്. ഇനിയിപ്പോ എലിസബത്തിന് എന്ത് സംഭവിച്ചാലും എല്ലാവരും ബാലയെ സംശയിക്കത്തുള്ളൂ. എന്തായാലും പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്തായാലും എലിസബത്തിന് പറയാനുള്ളത് ബാക്കി കൂടി കേട്ടോക്കാം. ഇപ്പോഴും ആൾക്കാർ ചോദിക്കണേ ഞാൻ എന്താ കേസ് കൊടുക്കാത്ത. കേസ് കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസുണ്ട്. വീണ്ടും എൻ്റെ ലൈഫിനെ പോയിട്ട് അപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടണത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ അതൊന്നും കേസ് കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി കാണരുത് എന്നാണ് എനിക്ക് എലിസബത്തിനോട് പറയാനുള്ളത്. കേസ് കൊടുക്കണം, മറ്റൊന്നും കൊണ്ടല്ല, അതൊരു സേഫ്റ്റിയാണ്. നാളെ ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അയ്യോ അന്ന് കേസ് കൊടുത്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ കേസ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്ന വേണം. കാരണം ഈ കേസ് കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ നാളെ എന്ത് സംഭവിച്ചാലും നമുക്കതൊരു പിടിവള്ളിയാണ്. ഇപ്പൊ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവള്ളി ഇല്ലാണ്ടാണ് എലിസബത്ത് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കേസ് കൊടുക്കണം. വെറുതെ അങ്ങ് കൊടുത്തിടാം. നീതി കിട്ടണോ കിട്ടാത്തൊക്കെ രണ്ടാമത്തെ കാര്യം. സേഫ്റ്റി ആണല്ലോ പ്രധാനം. ഇപ്പൊ ഇവിടെ നിങ്ങൾ ബാലന്റെ കേസ് എടുത്ത് നോക്കി. ബാലയ്ക്കെതിരെ നിങ്ങൾ ഇത്ര അലിഗേഷൻ ഉന്നയിച്ചപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് അത് ഏറ്റെടുത്ത് സംസാരിച്ചപ്പോൾ ബാല ആദ്യം ചെയ്തെന്താണ്? നേരെ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് മീഡിയനെ വന്ന് സംസാരിച്ചത് അല്ലേ. കാരണം ബാലക്കറിയാം അതാണ് പ്രോപ്പർ വേ എന്ന്. ശരിക്കും നിങ്ങളായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ബാല അത് ചെയ്തു എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാണെങ്കിൽ നാളെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും പുള്ളിക്കാരൻ ആദ്യം കേസ് കൊടുത്തതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഒരു അപ്പർ ഹാൻഡ് കിട്ടും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബാല ആദ്യം കൊണ്ടുപോയി കേസ് കൊടുത്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ബാലയുടെ മറ്റൊരു മുൻ ഭാര്യയായിട്ടുള്ള അമൃത സുരേഷിന്റെ അനുജത്തി അഭിരാമി സുരേഷ് ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടോക്കാം.
വലിച്ചിടുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ ഞാൻ ഫ്രണ്ട് വന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എന്റെ സീൻ എലിസബത്തിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് നമ്മുടെ ഫാമിലിക്ക് കിട്ടിയിട്ടില്ല. അതെന്ത് നമ്മുടെ ഇനിയിപ്പോ നിങ്ങളെ കാരണം കൊണ്ടായിരിക്കും ആയിക്കോട്ടെ, പറഞ്ഞോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഓൾവേസ് വിക്ടിം എന്ന് പറയുന്നത് എന്നൊരു വിക്ടിം തന്നെയാണ്, വിക്ടിം കാർഡല്ല അത്. വിക്ടിം എന്ന് പറയുന്നത് ആൾ എന്തൊരു വിക്ടിമാണ്. അന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരുപാട് സപ്പോർട്ട് ഉണ്ട്. അത് ഇന്ന് എലിസബത്തിന് കിട്ടുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. ബിക്കോസ് എന്തോ ഒരു സത്യം അവരുടെ ഉള്ളിലുള്ളത് ദൈവമായിട്ട് തന്നെ തുണയ്ക്കുന്നുണ്ട്. അതിന് ആ ഒരു മലയാളികൾ പ്രോപ്പറായിട്ട് ആ ഒരു എക്സ്റ്റൻഡ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കാണാൻ നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് കിട്ടാതെ പോയ ഒരു സംഭവമായിരുന്നു. പക്ഷെ പറഞ്ഞു വിട്ടത് അതിന് അതിൻ്റെതായ കുറച്ച് റീസൺസ് ഉണ്ടായിരുന്നു. അതിപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന കാരണങ്ങളാണ്. ഓക്കെ, അതൊരു സത്യം തന്നെയാണ്. എലിസബത്തിന് ഇന്ന് പബ്ലിക് കൊടുക്കുന്ന സപ്പോർട്ട് അമൃത സുരേഷിന് ആദ്യം കൊടുത്തിട്ടില്ലായിരുന്നു. അത് മറ്റൊന്നും ഉണ്ടല്ലോ, അതിനൊരു കാരണമുണ്ട്. കാരണം അമൃത സുരേഷുമായി പിരിഞ്ഞ സമയത്ത് ബാല ചെയ്ത പരിപാടി എന്താണെന്നുള്ളത് എല്ലാവരും കണ്ടതാണല്ലോ. കണ്ട ഇന്റർവ്യൂകളെല്ലാം പോയിട്ട് അമൃത സുരേഷിന് കുറ്റം പറയാം. അമൃത സുരേഷ് ആണെങ്കിലും ഒരു അക്ഷരം മുരി ആടാതെ അപ്പുറത്ത് മിണ്ടാതിരിക്കുക. ഇത് കാണുന്ന പബ്ലിക്കും പലരും വിചാരിക്കണം എന്താണ്, ബാലയുടെ ഭാഗത്താണ് ശരി എന്നുള്ളതാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവിടെ വന്നു പോയതാണ്. പക്ഷെ നേരെ മറിച്ച് എലിസബത്തിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് തനിക്ക് പറയാനുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പുള്ളിക്കാരി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സപ്പോർട്ട് കിട്ടിയത്. ആ ഒരു വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുണ്ടോ? അവരോട് പറയാൻ പറ്റിയ കാര്യം ഇതാണ്, നിങ്ങളുടെ ഭാഗത്ത് ശരിയുള്ളിടത്തോളം കാലം നിങ്ങൾ നിയമത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അന്നത്തെ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ടാവുന്ന അപ്രോച്ചിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. പ്രോപ്പർ ആയിട്ട് ലീഗൽ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള പോലീസ് ആണെങ്കിലും എല്ലാ കമ്മീഷൻസ് ആണെങ്കിലും നമ്മുടെ കൂടെ തന്നെ നിൽക്കും. ആൻഡ് പ്ലീസ് ട്രൈ ടു ബി സേഫ്. കാരണം നമ്മൾ അതിന്റെ ഒരു വലിയ സൈക്കിളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതിനാണ് എല്ലാവരും പറയുന്നത്, സേഫ്റ്റിയാണ് ഫസ്റ്റ്, ബാക്കിയെല്ലാം പിന്നെ. എന്തായാലും അഭിരാമി സുരേഷ് ഇവിടെ രംഗത്ത് വന്നതോടെ എനിക്ക് തോന്നുന്നത് എലിസബത്തിന് അത് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇവർക്കെതിരെ എലിസബത്ത് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നമ്മളെല്ലാം ഒന്ന് കേട്ടോ. പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ 14 വർഷം ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചത്, ഇവര് 2 വർഷം അനുഭവിച്ചിട്ടുള്ളൂ. 2 വർഷം അനുഭവിക്കുമ്പോഴേക്കും ഇവർക്ക് ഇത്ര സപ്പോർട്ട് ഉണ്ട്. 14 വർഷം ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ആരും സപ്പോർട്ട് ചെയ്തില്ല. എനിക്കിതിൽ സപ്പോർട്ട് വേണമെന്നോ സപ്പോർട്ട് വേണ്ടാന്നോ ഒന്നുമില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആൾക്കാർ അറിയണം, വേറെ ആരും ഇതിൽ പെടരുത്. ഞാൻ ചിലപ്പോൾ ഇത് ആദ്യം തന്നെ കേസായിട്ട് പോയിണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇതൊന്നും പറയാൻ പറ്റിയിരുന്നില്ല. അതൊക്കെ ശരി തന്നെയാണ്. കേസിന്റെ ക്രെഡിബിലിറ്റിയെ മാനിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അതിനേക്കാളൊക്കെ അപ്പുറമാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള പല കാര്യങ്ങളും പബ്ലിക്കിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ അതിന് മുമ്പൊരു കാര്യം പറഞ്ഞല്ലോ, 14 വർഷം ഞങ്ങൾക്ക് കിട്ടാത്ത സപ്പോർട്ട് എലിസബത്തിന് 2 വർഷം കൊണ്ട് കിട്ടിയെന്നൊക്കെ പലരും പറഞ്ഞു നോക്കി. അത് അഭിരാമി സുരേഷിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ എലിസബത്ത് സംസാരിച്ച ടോണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, എലിസബത്ത് അഭിരാമി സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ എടുത്തൊരു ആംഗിൾ വേറെയാണെന്നുള്ളത്. അഭിരാമി സുരേഷ് ആക്ച്വലി ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. തൊട്ടടുത്ത് തന്നെ അഭിരാമി സുരേഷ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുന്നുണ്ട് അല്ലേ, അവർ പറഞ്ഞ കാര്യത്തിൽ ഒരു സത്യം ഉണ്ടായതുകൊണ്ടാണ് ആളുകൾ അവരുടെ കൂടെ നിൽക്കുന്നതെന്ന്. അത് എലിസബത്തിന് ഒരു പോസിറ്റീവായി പറഞ്ഞ കാര്യമാണ്. എനിക്ക് അത് എലിസബത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എന്തായാലും അമൃത സുരേഷുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി എലിസബത്ത് പറയുന്നുണ്ട്. അതുകൂടെ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നവംബർ സമയത്ത് നമ്മളെന്നെ കുറച്ച് ആൾക്കാർ വിളിക്കണു, ഇതിനെതിരെ കേസ് കൊടുക്കണം എന്ന് പറയണു. ഞാൻ ഡിപ്രഷന്റെ നല്ല ഇതിൽ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ICUവിൽ കിടക്കണു. അത് കഴിഞ്ഞ് അപ്പോഴും കണ്ടിന്യൂസ് കോൾ ചെയ്തുകൊണ്ടിരിക്കണു. അത് കഴിഞ്ഞ് നമുക്കൊരു ബൈസ്റ്റാൻഡർ പോലും ഇല്ലാണ്ട് ഗുജറാത്ത് അഡ്മിറ്റ് ആയിട്ട് കിടക്കണ സമയത്ത് ഇവർ കണ്ടിന്യൂസ്ലി വിളി കേസ് കൊടുക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാണ്, എനിക്ക് ഓൾറെഡി ഞാൻ സ്ട്രെസ്സിലാണ്, എനിക്ക് ഈ സ്ട്രെസ്സും കൂടി എടുക്കാൻ വയ്യ. അപ്പോൾ പാരൻസ് അപ്പോൾ വരുന്നുള്ളൂ. എനിക്കവിടെ ഗുജറാത്തിൽ ഇപ്പോൾ നമുക്ക് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ ഓൾറെഡി എല്ലാവരും PG ചെയ്യണ ആൾക്കാരാണ്. എല്ലാവർക്കും ഹെക്ടിക് ഷെഡ്യൂളാണ്, 36 മണിക്കൂറൊക്കെയാണ് ഡ്യൂട്ടി ടൈമിങ് വരുന്നത്. അപ്പോൾ പാരൻസ് ഫ്ലൈറ്റ് എടുത്തിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് നമുക്കിതിൽ തീരുമാനം ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് സ്ട്രെസ്സാണ് ഇതിൽ. അന്ന് ഞാൻ അവരുടെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു ഇതൊന്നും റെക്കോർഡ് ചെയ്യരുത്, എനിക്കിത് ആരായിട്ടും ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല. അന്ന് എനിക്ക് പേടിയായിരുന്നു, ആൾക്കാരുടെ മുമ്പിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തു എന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളും പറയാൻ എനിക്ക് പേടിയായിരുന്നു. ആൾക്കാർ ഇതൊക്കെ അറിയണമെങ്കിൽ എനിക്ക് നാണക്കേടുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന ദിവസം തന്നെ ഞാൻ കേസിന് വരില്ല എന്ന് അറിഞ്ഞപ്പോൾ അതൊക്കെ അവർ ഒരു മീഡിയയിൽ വഴി എല്ലാതും പറഞ്ഞു. മാത്രമല്ല ആർക്കൊക്കെ ഇത് സത്യമാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഓഡിയോ റെക്കോർഡിങ് മെസ്സഞ്ചർ വഴി അയച്ചു കൊടുക്കാമെന്ന് ഇവർ പറഞ്ഞു. അപ്പം ഞാൻ ഇവരിനൊക്കെയാണോ വിശ്വസിക്കേണ്ടത്? ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു നവംബർ സമയത്ത് പുള്ളിക്കാരെ ഡിപ്രഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഗുജറാത്തിൽ എങ്ങനെയായിരുന്നു ആ സമയത്ത് അമൃത സുരേഷ് വിളിച്ച് കേസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനുള്ളൊരു മാനസികാവസ്ഥയിലില്ലാത്തത് കൊണ്ട് എലിസബത്ത് അതിന് തയ്യാറായില്ല. പക്ഷെ ആ സമയത്ത് തന്നെ എലിസബത്ത് താൻ അനുഭവിച്ച പല കാര്യങ്ങളും അമൃത സുരേഷിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എലിസബത്ത് പറയുന്നത്. അതെല്ലാം അവർ റെക്കോർഡ് ചെയ്ത് കേസ് കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ കാര്യങ്ങളെല്ലാം പുറത്തു വിട്ടു എന്നുള്ളതാണ് എലിസബത്ത് ഇപ്പോൾ പറയുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ അമൃത സുരേഷിന് ഒരു സുഹൃത്തുണ്ടായിരുന്നല്ലോ,
കുക്ക് എന്ന് പറയുന്ന പെൺകുട്ടി. അവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എലിസബത്ത് അനുഭവിച്ച ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ബാല എലിസബത്തിന് സെക്സിന് നിർബന്ധിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഉദ്ദേശിച്ചായിരിക്കണം ഇവർ പറഞ്ഞത്. എന്തായാലും എലിസബത്തിന് അനുവാദമില്ലാതെയാണ് അവർ അതൊക്കെ പറഞ്ഞതെങ്കിൽ തീർച്ചയായിട്ടും അത് അമൃത സുരേഷിന്റെ ഭാഗത്തും അവരുടെ സുഹൃത്തിന്റെ ഭാഗത്തുമുള്ള തെറ്റ് തന്നെയാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല, ഇപ്പോൾ അതും പറഞ്ഞ് തല്ലുകൂടേണ്ട സമയമാണോ? കാരണം നിങ്ങൾ രണ്ടുപേരും ഇരകളാണ്, വിക്ടിംസ് ആണ്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടി കൂടുന്ന സമയത്ത് അപ്പുറത്ത് നിങ്ങളെ രണ്ടുപേരും ദ്രോഹിച്ചൊരു വ്യക്തിയുണ്ട്, വേട്ടക്കാരനായിട്ടുള്ള ബാല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇരകൾ തമ്മിൽ അടി കൂടുന്നത് കണ്ട് സന്തോഷിക്കുന്ന ഒരു വേട്ടക്കാരനായി മാറാനുള്ള ഒരു അവസരം നിങ്ങൾ ബാലയ്ക്ക് കൊടുക്കരുത്. പണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മറന്ന് ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. നീതിക്ക് വേണ്ടി രണ്ടാളും ഒരുപോലെ പോരാടേണ്ട സമയമാണ്. ഈ സമയത്ത് ചുമ്മാ രണ്ടുപേരും തമ്മിൽ അടി കൂട്ടി അതിനുള്ള അവസരം കളയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നില്ല. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.